സർവ ആശ്വാസങ്ങളുടെയും ഉറവിടമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ തിരുനാമത്തിൽ UGMI പെരിങ്ങമല ചർച്ചിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വന്ദനങ്ങൾ അറിയിക്കുന്നു. കാലാവസ്ഥയുടെ വലിയ പ്രതിസന്ധിയൊന്നുമില്ല, അനിവാര്യമായ നല്ലൊരു മഴയാണ്. നിങ്ങൾക്ക് ദൂരെ നിൽക്കാതെ ഇവിടെ ഇരിക്കാൻ സീറ്റുണ്ട്. ഇത്രയും പണം ചിലവഴിച്ച് ഒരു പന്തൽ സജ്ജീകരിച്ചപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നിന്ന് ശരിയായില്ല, അതുകൊണ്ടാവും ഒരു മഴ പെയ്തത്. അപ്പോൾ എല്ലാവരും കയറിയിരിക്കണം. ഇനി ഇരുന്നില്ലെങ്കിലും ആ ഇരിക്കുന്ന ആളുകൾ അവിടെ നിന്ന് സംസാരിക്കണം. അതുകൊണ്ട് ശ്രദ്ധിച്ച് വചനത്തിൻ്റെ മുമ്പാകായിരിക്കണം. നമുക്ക് ഒരു വചന ഭാഗം വായിച്ചുകൊണ്ട് കർത്തൃ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഒരാൾ വായിച്ച് സഹായിക്കുന്നത് സന്തോഷമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായം 1 മുതലുള്ള വേദഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാതാരമാക്കിക്കൊണ്ട് വായിക്കാം. അവൻ യെരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. എന്നാറെ അവൻ മുൻപോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് എത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായിയെ, വേഗമിറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് അവനോട് പറഞ്ഞു. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. 9-10 വാക്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കാം. യേശു അവനോട്, ഇവനും അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വചനം ഞങ്ങൾക്ക് നൽകിയത് കൊണ്ട് സ്തോത്രം. ഇവനും അബ്രഹാമിൻ്റെ പുത്രനാകിയാൽ ഇന്ന് ഈ വീട്ടിൽ നിന്ന് രക്ഷ കൈവന്നിരിക്കുന്നു. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. എല്ലാ നന്മകൾക്കായിട്ടൊന്ന് സ്തോത്രം ചെയ്തേ. സ്തോത്രം 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 സ്തോത്രം. ദൈവിക ഇടപെടലിനായി സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ. വായിച്ച ഉജ്ജ്വലവും മഹനീയവുമായ വചനത്തിനായി ദൈവത്തിന് മഹത്വം. ഈ തിരുവെഴുത്ത് വളരെ പ്രസക്തമായ ഒരു ഉള്ളടക്കം മുമ്പോട്ട് വെക്കുന്നു. ഇസ്രയേൽ എന്ന് നമ്മൾ വിളിക്കുന്ന, ലോകം പാലസ്തീൻ എന്ന് വിളിക്കുന്ന മധ്യപൂർവദേശത്തെ ഒരു ചെറിയ രാഷ്ട്രം. അവർക്ക് വിഭിന്നങ്ങളായ ഒട്ടേറെ സംസ്കാരങ്ങളും നമുക്കാർക്കും പെട്ടെന്ന് മനസ്സിലാകാത്ത ജീവിതചര്യകളും ഒക്കെയുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്, സവിശേഷതയുള്ള ഒരു സമൂഹമാണ്. അവരുടെ ഭൂമിശാസ്ത്രം, അവരുടെ മാനേഴ്സ്, അവരുടെ കസ്റ്റംസ് അല്ലെങ്കിൽ ജീവിതചര്യകളെല്ലാം ലോകത്തിലെ ഇതര സമൂഹങ്ങൾ പിൽക്കാലത്ത് ഏതെങ്കിലും നിലയിൽ അനുകരിച്ചു അല്ലെങ്കിൽ സ്വാംശീകരിച്ചു. അതിൽ ക്രൈസ്തവരായ നമ്മളുണ്ട്, ഇന്ത്യക്കാരിലെ ബഹുഭൂരിപക്ഷം ആളുകളുമുണ്ട്, മുസ്ലിം സമൂഹമുണ്ട്. അതിൻ്റെയൊക്കെ ചിന്താപരമായ വേരുകൾ കിടക്കുന്നത് യഹൂദ സംസ്കൃതിയുടെ ചില രീതികളോടും ശൈലികളോടുമാണ്.
നമ്മൾ ഇസ്രയേൽ എന്ന് വിളിക്കുന്ന രാജ്യത്തെ ഇന്ന് സമൂഹം വിളിക്കുന്നൊരു പേര് പാലസ്തീൻ എന്നാണ്. ആ പേര് പക്ഷെ പഴയ നിയമത്തിൽ എവിടെയും ഇല്ല. പഴയ നിയമത്തിൽ എവിടെയും ഇസ്രയേൽ എന്ന് തന്നെയാണ്. പുതിയ നിയമത്തിൽ പാലസ്തീൻ എന്നൊക്കെ പേരുണ്ട്. ആ പേര് നിഷ്പാദിച്ചിട്ടുള്ളത്, അത് രൂപപ്പെട്ടു വന്നത് ഒരു റോമൻ തന്ത്രജ്ഞതയുടെ ഭാഗമായിട്ടായിരുന്നു. റോമക്കാർ, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചു, ലോകത്തിൻ്റെ പലയിടങ്ങൾ ഭരിച്ചു എന്നതുപോലെ ഒരു ബൃഹത് സാമ്രാജ്യമായി അനവധി കോണ്ടിനെൻറ്റുകളെ വിഴുങ്ങി മികച്ചൊരു സാമ്രാജ്യമായി നിലനിൽക്കുന്ന കാലത്ത് അതിൻ്റെ അകത്ത് പെട്ടുപോയ ഒരു ചെറിയ രാഷ്ട്രമായിരുന്നു ഇസ്രായേൽ. 5000 മൈൽ നീളവും 4000 മൈൽ വീതിയുമുള്ള ഈ വിശാല സാമ്രാജ്യത്തിൽ 120 മൈൽ ചുറ്റളവ് വരുന്നൊരു ചെറിയ രാജ്യം അത്ര ശ്രദ്ധേയമായ ഘടകമൊന്നുമല്ല. പക്ഷേ ജീവിതചര്യ കൊണ്ട്, മതപരമായ അനുഷ്ഠാനങ്ങൾ കൊണ്ട്, ഏകസത്യ ദൈവം എന്ന ഒരു ബോധം കൊണ്ട് മറ്റാരെയും അമ്പരപ്പിക്കുന്ന ഒരു സംസ്കാരം അവർ സമൂഹത്തിന് കാഴ്ചവെച്ചത് കൊണ്ട് പാഗൻ മതമെന്ന് വിളിക്കുന്ന റോമിലെ വിഗ്രഹാരാധനയുടെ ദൈവവാദത്തിൻ്റെ നിലവാരത്തിലുള്ള വീക്ഷണങ്ങൾക്കും ഈ യഹൂദന്മാരോട് ഒരുതരം വെറുപ്പ് സംജാതമായി. അവരുടെ ദേവാലയത്തോട്, പൗരോഹിത്യത്തോട്, അവരുടെ എല്ലാ പ്രവൃത്തിയോടും ഇത്തരം വെറുപ്പ് രൂപപ്പെട്ടപ്പോൾ ഇവരുടെ സംഘടിത ശക്തിയെപ്പറ്റി അറിയാം, ആക്രമണോത്സുകതയെപ്പറ്റി അറിയാം, അവർക്ക് ധീരവീര പരാക്രമികളായ ആളുകളുണ്ടെന്നുള്ള വിവരമറിയാം. അതുകൊണ്ട് അവർ ജീവിച്ചിരിക്കുന്ന ആ പ്രദേശം ഭരിക്കാൻ ആ നാട്ടിലെ ഒരു നാട്ടുരാജാവിനെ അനുവദിച്ചു. ആ നാട്ടുരാജാവിൻ്റെ പേര് ഹെരോദ എന്നായിരുന്നു. ആ ഹെരോദ യഹൂദനുമല്ല, റോമക്കാരനുമല്ല. അയാൾ ഏശാവിൻ്റെ പിന്മുറക്കാരനായ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഏശാവ്യ കുലത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹം പരിച്ഛേദനയേറ്റ ആളാണ്. പരിച്ഛേദനയുണ്ട് എന്ന കാരണത്താൽ, അബ്രഹാമിൻ്റെ ചെറുമകനാണ് എന്ന കാരണത്താൽ ദേവാലയത്തിൽ ചെല്ലാം, യഹൂദനുമായി അത്ര അകലമല്ലാത്തതും എന്നാൽ ദൃഢമല്ലാത്തതുമായ ഒരു ബന്ധവും സ്ഥാപിക്കാം. അങ്ങനെ യഹൂദന്മാർക്കിടയിൽ രൂപപ്പെടുന്ന സ്വാതന്ത്ര്യ സമരബോധങ്ങളെ അടിച്ചമർത്താനും ഒതുക്കാനും ഈ രാജാവിൻ്റെ സാന്നിധ്യം അവരെ സഹായിച്ചു. അപ്പോൾ തന്നെ ഈ റോമൻ ഭരണകൂടത്തിന് ഒരിക്കലും ഹെരോദാവിലോ യഹൂദന്മാരിലോ വിശ്വാസമില്ല. അത് പരിഹരിക്കാൻ വേണ്ടി ഒരു ഗവർണർ എന്ന തസ്തിക ഉണ്ടാക്കിക്കൊണ്ട് പീലാത്തോസ് എന്ന ഒരു ശുദ്ധ റോമക്കാരനെയും അവിടെ ആക്കി വെച്ചു. അപ്പോൾ ഇന്നും നമ്മുടെ സമൂഹത്തിലൊക്കെ കാണുന്ന അതേ വിധം ഗവർണറും രാജാവും തമ്മിൽ കലഹിച്ചു പോകുന്ന ഒരു പരിതസ്ഥിതി നിലനിന്നിരുന്നു. ഇതാ യഹൂദൻ്റെ അന്നത്തെ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി. അന്ന് ഏറ്റവും നിന്ദ്യമായി ജൂതന്മാർ കാണുന്ന ഒരു ജോലി എന്താണ്? ആ ജോലി മറ്റൊന്നല്ല, ചുങ്കം പിരിക്കുക എന്നതാണ്. ചുങ്കം പിരിക്കുന്ന ജോലി എങ്ങനെ മോശമാകും? നമ്മൾ പഞ്ചായത്തിൽ നികുതി അടയ്ക്കണം, നമ്മൾ വെള്ളത്തിന് നികുതി അടയ്ക്കണം, നമ്മൾ സ്ഥലത്തിന് നികുതി അടയ്ക്കണം. ആ ഓഫീസിലിരിക്കുന്ന ആൾ, ഒന്നുകിൽ വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി എന്ത് കുറ്റം ചെയ്തു? അവരീ പണം കൊണ്ടുപോയില്ല. ആ ജോലി മോശമായി നമ്മൾ കാണുന്നുമില്ല. പിന്നെ എന്തിനാണ് ഈ ടാക്സ് കളക്ടേഴ്സിനെ ജൂതന്മാർ നിന്ദിച്ചത്, അവഹേളിച്ചത്? അതുമാത്രമല്ല, ജൂതന്മാർ എല്ലാ ജോലിക്കും വില കൽപ്പിക്കുന്നവരായിരുന്നു, ജോലിയുടെ മഹത്വം അംഗീകരിക്കുന്നവരായിരുന്നു. പക്ഷെ അവർ 3 ജോലികളെ വെറുത്തു. അത് ഞാൻ മുമ്പ് പല പ്രസംഗങ്ങളിൽ പറഞ്ഞതോ യൂട്യൂബിൽ നിങ്ങൾ കണ്ടതോ ആയ ചിന്തകളായതുകൊണ്ട്
ആവർത്തിക്കുന്നില്ല, പോയിന്റ് പറഞ്ഞു പോകാം. ഒന്ന്, അവർ വെറുത്ത ജോലി ഈ നികുതി പിരിവുകാരൻ്റെ ജോലിയാണ്. മറ്റൊന്ന്, അവർ വെറുത്തത് ആട്ടിടകൻ്റെ ജോലിയാണ്. ഇനി അവർ വെറുത്തത് വേശ്യവൃത്തി ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ജോലിയാണ്. അതിൽ അവസാനം പറഞ്ഞത് വലിയ വിശദീകരണം വേണ്ടാത്ത ഒരു കാര്യമാണെന്ന് നമുക്കറിയാം. നമുക്കതങ്ങ് വിടാം. ആട്ടിടകനെ വെറുത്ത കാരണവും ഞാനിതിന് മുമ്പ് പറഞ്ഞിരിക്കാം, മറ്റ് യോഗങ്ങളിൽ കേട്ടിരിക്കാം. ഇവിടെ തന്നെ 2-3 മീറ്റിങ്ങിന് വന്നിട്ടുണ്ട്. കഴിവതും ഈ പ്രസംഗിച്ച വിഷയങ്ങൾ ഡയറിയിൽ ഇങ്ങനെ എഴുതിയിടും, ആവർത്തിക്കാതിരിക്കുക. അതുകൊണ്ട് വിശേഷമില്ല, ദൂരെ നിന്ന് ആൾ വരും. അപ്പോൾ കേട്ട ഒരു സന്ദേശം പിന്നെ പറയാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നത് ഓരോ യോഗത്തിലും പുതിയ സന്ദേശം പറയാനാണ്. അങ്ങനെ ഒരുങ്ങിയാണ് വരുന്നത്. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങളിൽ വ്യത്യസ്തമായൊരു ദൂതും വ്യത്യസ്തമായ ദൈവിക സന്ദർശനവും ഒക്കെ നമുക്കുണ്ടാകാൻ പ്രാർത്ഥനയോടിരിക്കണം. നല്ലൊരു അന്തരീക്ഷം കർത്താവ് തന്നല്ലോ. ചുട്ടുപഴുത്ത ഒരു പകലിൻ്റെ പശ്ചാത്തലമൊക്കെ വിട്ട് നല്ല സുഖം ഇല്ലേ? നല്ല സുഖമില്ല? വലിയ പ്രാർത്ഥിക്കുക. അത് കഴിഞ്ഞ് കണ്ടിട്ട് പോയാൽ മതി കേട്ടോ. പ്രാർത്ഥിക്കാം. ഞാനിന്ന് പോകുന്നുമില്ല, മൊത്തം പേർക്കും പ്രാർത്ഥിച്ചിട്ടേ പോകുന്നു. വീടും പരിസരമെല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് വൃത്തിഹീനമാക്കി പേപ്പർ ചിതറിയിട്ട് അശ്രദ്ധയോടിടുന്ന ആ വീട്ടിൽ മാസം ഒന്നാകുമ്പോൾ നമ്മെ തപ്പി തിരഞ്ഞു വരുന്ന ഒരു ഹരിത കർമ്മസേനയുടെ വളണ്ടിയർ എന്തോ കുറഞ്ഞൊരാൾ 50 രൂപ പിരിക്കാൻ വന്നിരിക്കുന്നു. വലിയ ക്രിമിനലാണ്. നമ്മൾ വലിയ മാന്യന്മാരാണ്. ഇത് നമ്മുടെ മാത്രം മനസ്സിലിപ്പല്ല. ഈ തൊഴിലിൻ്റെ വിലയും നിലയും അറിയാത്തൊരു പാരമ്പര്യം ഇന്ത്യക്കുണ്ട്. ഇന്ത്യയിലെ ഒറ്റ പുരാണങ്ങളിലും ഒറ്റ വേദങ്ങളിലും ഒറ്റ പ്രാചീന കൃതികളിലും വയലിൽ പണിയെടുക്കുന്നവനെ, അരി വിളയിക്കുന്നവനെ, നെല്ലുൽപാദിപ്പിക്കുന്നവനെ, പണിയെടുക്കുന്നവനെ, റോഡ് വെട്ടുന്നവനെ, കഠിനാധ്വാനം കൊണ്ട് ജീവിക്കുന്നവനെ പ്രശംസിക്കുക പോയിട്ട് ഒരു വാക്ക് അവനെക്കുറിച്ച് നന്മ പറഞ്ഞ ഒറ്റ ഒരുത്തനെ കാണാനില്ല. ഉണ്ടായിപ്പോൾ ഏത് ഋഷിയാണ് പ്രശംസിച്ചേ? എവിടെ അവൻ്റെ പേര്? ഇതൊക്കെ ആ പാവം വേടം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതൊക്കെ ജീവിക്കാൻ പറ്റുന്നില്ല. ഞാനിന്നൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതേപ്പറ്റി. അദ്ദേഹം കഞ്ചാവടിച്ചതോ പുലിപ്പല്ല് കൊണ്ടുപോയതൊന്നും എൻ്റെ വിഷയമല്ല. അയാളെ ശിക്ഷിച്ചോണം. അദ്ദേഹത്തെ മാത്രമല്ല, ഈ സംവിധായകരും വലിയ വലിയ പുള്ളികളും എല്ലാം മദ്യപാനികളാണെന്ന് അവരെന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതാ ശ്രീനിവാസൻ എന്നൊരു നടൻ അടിച്ചു കോൺ തെറ്റി ബോധമില്ലാതെ നടപ്പുണ്ട്. അവരോട് ആരോടും ഇല്ലാത്തൊരു സമീപനം ഒരുത്തരോട് മാത്രം എടുത്താൽ അത് വേണ്ട, അത് പോക്കറ്റ് വെച്ചാൽ മതി. അതാ ആ ഒരു വിധേയത്വത്തിൻ്റെ കാര്യം മറ്റൊന്നല്ല. ഞാനൊരു മനുഷ്യനാണ്, അതുകൊണ്ടാണ് എങ്കിലും മനുഷ്യത്വം എനിക്ക് സന്തോഷമില്ലേ? ഇല്ല, അദ്ദേഹത്തിന് ഡാൻസോ ഡിസ്കോയോ പാട്ടോ അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പാട്ടുണ്ട് കേട്ടോ, അത് അർത്ഥവത്താണ്. ആ പാട്ടിലെ വാക്കുകളൊക്കെ ചിലർക്ക് ആസിഡ് വീണ അനുഭവമായി. അതുകൊണ്ട് ആസിഡും മണ്ണെണ്ണയൊക്കെ വരുമ്പോൾ പാമ്പുകൾക്ക് വലിയ പ്രശ്നമാണ്. അവ ഈ തണുപ്പ് താഴേക്ക് ഇറങ്ങി വരും. വിഷകല ഇങ്ങനെയൊക്കെ പല രൂപത്തിൽ കയറി വരും. പല രീതിയിലും ഭാവത്തിലും ആ അധർമ്മം ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. ആ വേടന പത്തിക്ക് തന്നെയാണ് ഒഴിച്ചത്. മനസ്സിലായില്ലേ? ഞാൻ ഒരാഴ്ചക്കുള്ളിൽ വേറൊരു വീഡിയോ ഇറങ്ങും, പ്രാണനുണ്ടെങ്കിൽ. അപ്പോൾ ബാക്കി ഞാൻ അന്നേരം പറയാം. അപ്പോൾ നല്ല നമ്മുടെ ഈ ഫ്ലോ പോകണ്ട. സന്തോഷമാണോ? പ്രാർത്ഥിക്കണം. ആരാ വേറൊരു അന്യായ അഗ്നി കത്തിക്കുന്നുണ്ട് ഒരാണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഞാനതിന് മുതിർന്ന ആരില്ല അന്വേഷണം പറഞ്ഞ് വ്യാഖ്യാനിക്കുക എന്ന് പോട്ടെ. സാറില്ല, കുഞ്ഞവിടുന്നോട്ടെ. നമ്മൾ ആ കുഞ്ഞിനെ പോലെ തിരിഞ്ഞ് ശിശുക്കളാകുന്നില്ലേ, സ്വർഗരാജ്യം ഒന്നും കിട്ടൂല. അതാ പറഞ്ഞിരുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യല്ലേ കേട്ടോ. നിങ്ങളാരും ചെയ്യല്ലേ സ്വർഗരാജ്യം കിട്ടാൻ. ശ്രദ്ധിക്കണം. അപ്പോൾ തൊഴിലിൻ്റെ മാന്യത ഇവിടെ ആരും അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഇവരെയൊക്കെ തീറ്റിപ്പോറ്റാൻ വയലേലകളിൽ പണിയെടുത്ത പാവപ്പെട്ടവന് വഴി നടക്കാൻ, പൊതുവഴി പ്രവേശിക്കാൻ ഒന്നും സ്വാതന്ത്ര്യമില്ലാത്തൊരു പഴയ കാലം, പഴയതൊന്നുമല്ല, ഒത്തിരി ഒരു 80-90 വർഷമൊക്കെ മുമ്പ് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്നു. ആ വിഷയത്തെക്കുറിച്ചൊന്നും കാര്യമായി പ്രതിപാദിക്കാതെ
നമ്മുടെ ചരിത്രകാരന്മാരും പോയി അഥവാ പ്രതിപാദിച്ചെങ്കിൽ ശരിയായ അർത്ഥത്തിലുമല്ല. ഞാനതിന് ചരിത്രത്തിന് വേണ്ട ഒരു തിരുത്ത് പറയാം. മലയാളി ആദ്യമായി ഈ ജോലിക്ക് കൂലി വാങ്ങി ശീലിച്ചത് കേണൽ മൺറോ എന്നൊരു ദിവാൻ തിരുവിതാംകൂറിൽ ഉള്ളപ്പോഴാണ്. റാണി ലക്ഷ്മിഭായിയുടെ ദിവാനായി കേണൽ മൺറോ എന്ന സായിപ്പിനെ നിയമിച്ചു. അദ്ദേഹം മഹാരാജാവിനെ കണ്ട് ഒരു കാര്യം ഉണർത്തിച്ചു. നമുക്കിനി കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നീളത്തിലൊരു ഹൈവേ വെട്ടണം, ഒരു റോഡ്. ഈ രാജാക്കന്മാർക്ക് റോഡിനെക്കുറിച്ച് വലിയ ആവശ്യമൊന്നുമില്ല. കാരണം ഇവരും റോഡും തമ്മിൽ വ്യത്യാസമില്ല. ഇവർ ഈ തേരിൽ കയറി ഇരിക്കുക, ഇത് ചുമന്നുകൊണ്ട് പാവപ്പെട്ടാൻ പോവുക. അതുകൊണ്ട് റോഡ് എന്താ, ഗട്ടർ എന്താ, ഈ പ്രയാസമൊന്നും അവർ അറിഞ്ഞിട്ടില്ല. ആരും വെച്ച് എന്തിനു റോഡ്? അത് പാഴ്ചലവാണ്. തന്നില്ല നമ്മൾ വലിയൊരു ഫങ്ഷൻ വെക്കാൻ പോവുക. 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു മാമാങ്കമുണ്ട്, ഒരു ഉത്സവമുണ്ട്. ആ ഉത്സവത്തിൻ്റെ പേര് മുറജപം എന്നാണ്. ആ മുറജപത്തിൽ ആളുകളെ ഒരുമിച്ച് കൂട്ടി ഭക്ഷണം കൊടുക്കാനും ബ്രാഹ്മണസിനെ പൂജിക്കാനും അവർക്ക് ഒട്ടേറെ പരിഗണനകളും സമ്മാനങ്ങളും കൊടുക്കാനും ക്യാഷില്ലാതിരിക്കുക. നമ്മളിങ്ങനെ അങ്ങ് ആന്ധ്രയിൽ നിന്നും ദൂരദേശത്തു നിന്നൊക്കെ ആളുകളെ ഇങ്ങോട്ട് ഇറക്കാനും പോവുക. ആന്ധ്ര ബ്രാഹ്മണസിനെയൊക്കെ ഇറക്കാൻ പോവുക. ആ കൂടെ വന്ന് നമ്മുടെ രാഹുലീശ്വറും നമ്മുടെ സുഹൃത്താണ്, വേണമെങ്കിൽ പറഞ്ഞല്ല. അത് ആന്ധ്രയിൽ നിന്ന് ഒരാൾ വന്ന് മോശം വന്ന തെറ്റാണോ? അത് തെറ്റൊന്നുമില്ല, ഒരു തെറ്റുമില്ല. ആ കൂടിഞ്ഞോട്ട് വന്നതാണ്. ഇത്തരത്തിലെ ആളുകളല്ല, നമ്മളെല്ലാം സുഹൃത്തുക്കളാണ്. കുറേ നാൾക്ക് മുമ്പും ഒരു ചർച്ചയിലൊക്കെ ഉണ്ടായിരുന്നു, അവിടേക്ക് ഇങ്ങനെ വന്നാണ്. അപ്പോൾ കേരളത്തിൻ്റെ തിരുവിതാംകൂറിൻ്റെ തനി അവകാശികളിൽപ്പെട്ട ഈ മണ്ണിൻ്റെ മക്കളായ ദ്രാവിഡരും മറ്റ് പിന്നോക്കരും അടങ്ങുന്നൊരു സമൂഹത്തിൽ ഈ കേണൽ മൺറോ പറഞ്ഞു, പേടിക്കണ്ട, ഞാനതേറ്റു. രാജാവ് ഒരു അനുമതി തന്നാൽ മതി, ഫണ്ടൊന്നും വേണ്ട. ഓ വെട്ടിക്കും. റോഡ് വെട്ടാനും വെട്ടപ്പോൾ, സ്ത്രീ പുരുഷന്മാരെ പണിക്ക് വിളിച്ചപ്പോൾ ധാരാളം ആളുകൾ ജോലിക്ക് വന്നു. വന്നവൻ്റെ അവസ്ഥ വലിയ കഷ്ട. നഗ്നത മറയ്ക്കുന്നത് സ്ത്രീകൾ കൂമ്പ് പാള കൊണ്ടാണ്. ഇല കൊണ്ട് നഗ്നത മറയ്ക്കുന്ന സാധുക്കളായ സ്ത്രീകളെ പുരുഷന്മാരെ കണ്ടിട്ട് കേണൽ മൺറോ അവരോട് പറഞ്ഞു, പണിയും തരാം, പണവും തരാം, പക്ഷെ നാളെ മുതൽ വരുമ്പോൾ ഈ യൂണിഫോം ഒന്ന് മാറ്റിയേക്കണം. സംഗതി ആർഷഭാരതത്തിൻ്റെ മനോഹരമായ സംസ്കാരമൊക്കെയാണ്, പക്ഷെ പൊതുതരത്തിൽ ഇറങ്ങി പണിയാനുള്ളതാണ്. അതുകൊണ്ട് ഇതങ്ങ് മാറ്റിയേക്കണം. കണ്ടോ, ഇത്തരം പതിവുകളൊക്കെ മാറ്റിയത് ആരാ? ഇത്തരം ആചാരമൊക്കെ മാറ്റി ആരാന്ന് ആർക്കും മനസ്സിലായോ? പരസ്യം നടത്തുന്ന ആളാണോ? ആ കേട്ട് മനസ്സിലാക്കി. സംഭവം അടിച്ച് തകർത്തോളം പെട്ടു. ഈ ആചാരമൊക്കെ മാറ്റി, പാള മാറ്റി, കൂമ്പ് പാള മാറ്റി, ഇതൊക്കെ മാറ്റിയിട്ട് വസ്ത്രം. അത് കാശുള്ളവൻ തന്നെ ധരിക്കുന്ന കൗവീനം എന്നൊരു സാധനമാണ്. കൗവീനം എന്താണെന്നറിയാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഈ സാധനം ധരിച്ചുകൊണ്ടാണ് പ്രമുഖരിത് രസിച്ചിരിക്കുന്നത്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ചിദംബര സ്മരണ എന്നൊരു പുസ്തകമുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന കവിയല്ലേ. അദ്ദേഹം പറയുക, ബന്ധുക്കൾ കാണാൻ വരുമ്പോൾ അദ്ദേഹത്തിന് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത് കാതിൽ സ്വർണ്ണക്കടുക്കനും ഒരു പട്ടുകോണകവുമായിരുന്നു. ചുള്ളിക്കാടിനാന്ന് ഓർത്തോ, ചിദംബര സ്മരണ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. നമ്മളിന്ന് കുഞ്ഞുങ്ങളെ കാണാൻ പോകുമ്പോൾ പാൻറ്റും ടീഷർട്ടും ഒക്കെ വാങ്ങിക്കൊണ്ട് പോകുന്ന പോലെ പട്ടുകൗവീനം വാങ്ങിക്കൊണ്ട് പോകുന്ന ഒരു കൾച്ചർ ഈ രാജ്യത്ത് നടക്കുന്നതിൻ്റെ 1000 ആണ്ട് മുമ്പ് പാൻറ്റിട്ടവൻ്റെ പേരാ സാഹിബ്. നമ്മൾ ഈയിടയ്ക്ക് ഇടാൻ തുടങ്ങി 1000 കൊല്ലം മുമ്പ്. നമ്മളൊരു തറ പറ പന കരിശ്രീ ഇതൊക്കെ ഓലയിൽ പഠിക്കുന്നതിൻ്റെ 1000 ആണ്ട് മുമ്പ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി തുടങ്ങി, അവിടെ ഓക്സ്ഫോർഡ് സർവകലാശാല തുടങ്ങി. എന്നിട്ട് നമ്മളിപ്പോഴും പറയുക, ഇന്ത്യക്കൊരു സംസ്കാരമുണ്ട്, ഇന്ത്യക്കൊരു സംസ്കാരമുണ്ട്. അതെങ്ങാനും തിരിച്ചു കൊണ്ടുവന്നാ ഒന്ന് കൊണ്ടുവരാൻ നോക്ക്. കൗവീനേ ഒന്ന് കൊണ്ടുവരാൻ നോക്കി, പഴയ ഓലക്കൊടേ. അല്ല ഇതൊക്കെ നല്ലതാണ്, ഇങ്ങനെന്താ ഇത് എടുക്കാഞ്ഞേ? എന്താ സാറേ ഇതൊക്കെ എടുക്കാൻ? എന്താ ഞങ്ങളിട്ട് ഉടുപ്പും ഞങ്ങൾ ധരിച്ചുള്ള പാൻറ്റും ഒക്കെ ആണല്ലോ, അല്ലേ? മുണ്ടൊക്കെ വിക്ടോറിയനാണ്. മുണ്ടും ഷർട്ടും ഒക്കെ വിക്ടോറിയൻ കാലത്തെ വസ്ത്രമാണ്. അപ്പം പണ്ടെന്തോ ഉണ്ട് ഉള്ളതെല്ലാം എടുത്തു. ഞങ്ങൾക്കിതൊക്കെ മതി. ഞങ്ങളെന്ത് ധരിക്കണം, ഞങ്ങളെന്ത് കുടിക്കണം, ഞങ്ങളെന്ത് പറയണം, ഞങ്ങളെങ്ങനെ ജീവിക്കണമെന്നൊന്നും തീരുമാനിക്കുന്ന നിങ്ങളല്ല. ആണോ? ചില ഇരിപ്പ് കണ്ട ഞാൻ ജീവിതം അടിമ കൊടുക്കരുത്, നട്ടൽ വളയരുത്, നേരെ നിന്നോ.